കഴിഞ്ഞ 5 വർഷം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ ലാഭത്തിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ഞാനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും വെള്ളൂരായിരുന്നു. വെള്ളൂർ നമ്മൾ 741 കോടിയുടെയാണ് കേരള പേപ്പർ പ്രൊഡക്ട്സിന്റെ അടുത്ത സ്റ്റേജ് അവിടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. ഏറ്റവും വലിയ നിക്ഷേപമാണ് അടുത്ത കാലത്ത് കേരള ഗവൺമെന്റ് നടത്തിയത്. അത് കഴിഞ്ഞ് KSI ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. നേരത്തെ ഇവിടെ വരുമ്പോഴൊക്കെ തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മിനിമം തൊഴിൽ ഞാൻ ആദ്യം ഇവിടെ വരുന്ന ഘട്ടത്തിൽ മിനിമം വേതനമില്ല, ആകെ പരിഭവം പരാതിയൊക്കെ ആയിരുന്നു. അപ്പൊ അത് നമ്മൾ ആ പരാതി പരിഹരിച്ചു. അതിനുശേഷം ഇപ്പോൾ പുതിയ മാറ്റവും അവരുടെ കാര്യത്തിൽ വരുത്തി. സോപ്സിന്റെയും അതുപോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമായിരുന്നു. അതും അവരാണ് കുറെ കാലമായി അവിടെ ജോലി ചെയ്ത് അവരുടെ ഈ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമെടുത്തു. പൊതുവെ തൊഴിലാളികൾ നല്ല സന്തോഷത്തിലാണ്. അത്ര ആളുകൾ ഇവിടെ അധികം കാണുന്നില്ലെങ്കിലും എല്ലാവരും പൊതുവെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടാണ് ഈ കാലാവധി നമ്മൾ പൂർത്തീകരിക്കുന്നത്. ഇവിടെ വരുന്ന ഒരു ഭാഗം അസാപ്പുമായി ചേർന്നിട്ടുള്ള കോഴ്സുകളാണ്. ഞാൻ നോക്കിയപ്പോൾ പ്രധാന കോഴ്സുകളെല്ലാം ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അദാനി ഗ്രൂപ്പിന്റെ 70 ഏക്കറിലുള്ള ലോജിസ്റ്റിക് പാർക്ക് മുഖ്യമന്ത്രി കല്ലിട്ടത് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ആദ്യത്തെ യൂണിറ്റ് ഫ്ലിപ്കാർട്ടിനുള്ളത് ഇപ്പൊ തന്നെ സജ്ജമായി കഴിഞ്ഞു. മാർച്ച് അവസാനത്തോട് ഉദ്ഘാടനം. പണ്ടത്തെ പോലെ നിർമ്മിക്കുന്നില്ല, കൊണ്ടുവന്നിട്ട് നേരെ നെറ്റും പോയിട്ടിട്ട് അങ്ങ് പിടിപ്പിക്കുകയാണ്. ഇതോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ ചാർജാണ് അദ്ദേഹം നന്നായി ആ ടീമും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ KSIക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇപ്പോഴും നമ്മുടെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ട് നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എന്നുകൂടി കാണണം. ഇവിടെ കുറെ കൂടി സാധ്യതകൾ നമുക്കുണ്ട്. ആ സാധ്യതകൾ കൂടി നന്നായി വിനിയോഗിക്കാൻ ഇനിയും നമുക്ക് കഴിയണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.